കൃഷ്ണവേഷം കെട്ടി മറ്റ് വേഷവിധാനത്തോടു കൂടി നിൽക്കുന്ന കുഞ്ഞു കുട്ടികളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 2047 ആവുമ്പോൾ ഈ രാഷ്ട്രത്തെ നയിക്കേണ്ട കുഞ്ഞുങ്ങളാണ് ഇന്ന് വിവേകാനന്ദ ബാലഗോകുലത്തിന്റെ ശ്രീ സരസ്വതി ബാലഗോകുലത്തിന്റെ ബാനറിന് കീഴിലായി കൃഷ്ണവേഷം കെട്ടി നിൽക്കുന്ന കുഞ്ഞുങ്ങൾ. അവരെ ഈ രാജ്യത്തെ ഈ രാഷ്ട്രത്തെ നയിക്കാൻ പ്രാപ്തരാക്കി മാറ്റണമെങ്കിൽ ഇറമ്പയത്തെ മുഴുവൻ സജ്ജനങ്ങളുടെയും ശ്രദ്ധയും ഉത്തരവാദിത്വവും ഉണ്ടാവണം. അവർക്ക് ഈ കുഞ്ഞുങ്ങളെ ഒരു തണലൊരുക്കി. പണ്ട് നമുക്കറിയാം, നന്ദഗോപൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ കാരാഗ്രഹത്തിൽ ജനിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ അവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുമ്പോൾ വലിയ മഴ പെയ്തു എന്നും ആ മഴ ഭഗവാൻ കൃഷ്ണൻ കുട്ടയിലാക്കി നന്ദഗോപാൽ കുഞ്ഞിനെയുമായി വാസുദേവർ കുഞ്ഞിനെയുമായി പോകുമ്പോൾ ആ കുഞ്ഞ് മഴ നനയാതിരിക്കാൻ, ഭഗവാൻ കൃഷ്ണൻ മഴ നനയാതിരിക്കാൻ അനന്തന്റെ ഭക്തി ഉയർത്തി കുടയായി മാറി എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതൊന്നും വെറും കഥകൾ മാത്രമല്ല. നമ്മളുടെ കുഞ്ഞുങ്ങൾ, ഓരോ കുഞ്ഞും അമ്പാടി കണ്ണന്മാരായി കണ്ടുകൊണ്ട് അവരെ മഴ നനയാതെ വെയിലുകൊള്ളാതെ അവർക്ക് തണലായി അനന്തന്റെ ഭക്തി പിടർത്തി അവര് കൃഷ്ണന് തണലൊരുക്കിയതുപോലെ നമ്മൾ ഓരോ കുഞ്ഞുങ്ങൾക്കും തണലായി മാറാൻ സാധിക്കണം. ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് വളരെ വളരെ അപകടകരമായ ഒരു കാലഘട്ടമാണ്. മദ്യവും മയക്കുമരുന്നും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള അരുതായ്മകളും അഴിഞ്ഞാടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഈ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നത്. ഞാൻ വീണ്ടും സൂചിപ്പിക്കുന്നു, 2047 ഈ രാഷ്ട്രത്തെ നയിക്കാൻ, ഭാരതത്തെ നയിക്കാൻ പ്രാപ്തരാക്കുക എന്ന രീതിയിൽ ഈ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരണമെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ ബാലഗോകുലത്തിന്റെ പ്രവർത്തകർ എന്നുള്ള നിലയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കാനുള്ള ഒരു നിർദ്ദേശം, കുട്ടികൾക്ക് പഠിക്കാൻ ഒത്തിരിയേറെ ഉണ്ട്. അവർക്ക് മറ്റ് രീതിയിലുള്ള വിദ്യാഭ്യാസങ്ങളും, കൾച്ചറൽ വിദ്യാഭ്യാസം, അതായത് ഡാൻസ് അങ്ങനെയൊക്കെയുള്ള സംഗീതം പോലെയുള്ള വിദ്യാഭ്യാസം ഒക്കെ കൊടുക്കാൻ രക്ഷകർത്താക്കൾ ശ്രമിക്കുന്നുണ്ട്. സാംസ്കാരിക വിദ്യാഭ്യാസം കൂടി കൊടുക്കാൻ കുട്ടികളുടെ രക്ഷകർത്താക്കൾ തയ്യാറാവണം. അതിനായി നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം 50-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ബാലഗോകുലം ആഗ്രഹിക്കുന്നത് 5000-ത്തിലധികം ശോഭയാത്രകളാണ് കേരളത്തിന്റെ തിരുവോരങ്ങളിൽ ഇന്ന് ഏതാണ്ട് ഇതേ സമയത്ത് നടക്കുന്നത്. 5000-ത്തിലധികം ശോഭയാത്രകൾ നടക്കുമ്പോൾ ഈ ശോഭയാത്ര നടക്കുന്ന എല്ലാ സ്ഥലത്തും കൃത്യമായ ബാലഗോകുലത്തിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. ഈ വർഷം 50-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഈ 5000 സ്ഥലത്തും ആഴ്ചയിൽ ഒരു 1.5 മണിക്കൂർ നേരം കുഞ്ഞുങ്ങൾ ഒന്നിച്ചു ചേരുന്ന ഗോകുലങ്ങൾ ഉണ്ടാവണമെന്നാണ് ബാലഗോകുലം ആഗ്രഹിക്കുന്നത്.